Hello, I am Sudhakaran. Welcome to my channel, Your English Master. ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുന്നത് നമ്മുടെ CBSE സിലബസിൻ്റെ 10th സ്റ്റാൻഡേർഡിൻ്റെ ഇംഗ്ലീഷ് എക്സാം കഴിഞ്ഞ ആഴ്ച ശനിയാഴ്ചയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഗ്രാമർ പോർഷൻ പർട്ടിക്കുലർലി ഒരു 12 ടോട്ടൽ 10 ക്വസ്റ്റ്യൻ ഉണ്ട് ഗ്രാമർ. ആ 10 ക്വസ്റ്റ്യൻ ഞാനൊന്ന് സോൾവ് ചെയ്തിട്ടുണ്ട്. ആ സോൾവ് ചെയ്തത് എനിക്ക് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ധാരാളം സ്റ്റുഡൻസ് ഉണ്ട്. അവരുടെ ഒരു റിക്വസ്റ്റ് ആയിരുന്നു, സാറേ ഇത് ഒന്ന് സോൾവ് ചെയ്യണം. കാരണം അവരുടെ മാർക്കും അറിയാൻ അവർക്കൊരു വലിയ ആകാംക്ഷ ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാനിത് സോൾവ് ചെയ്തിരിക്കുകയാണ്. അവർക്ക് മൊത്തം 12 എണ്ണം ഉള്ളതിനകത്തുനിന്ന് 10 എണ്ണം അവർ എഴുതിയാൽ മതി. ആൻഡ് ഐ ഹാവ് സോൾവ് ആൾ ദ ടോൾസ്. ഞാൻ ക്വസ്റ്റ്യൻ അനലൈസ് ചെയ്തപ്പോൾ അതിനകത്ത് കണ്ടത് ടെൻസ് ബേസ്ഡ് 4 ക്വസ്റ്റ്യൻസ്, പിന്നെ ഡയറക്റ്റ് ഇൻഡയറക്റ്റിൻ്റെ 3 ക്വസ്റ്റ്യൻസ്, ആക്റ്റീവ് വോയിസ് പാസ് വോയിസിലെ 1 ക്വസ്റ്റ്യൻ, വൊക്കാബുലറി ബേസ്ഡ് 4 ക്വസ്റ്റ്യൻ. അങ്ങനെയാണ് ടോട്ടൽ 12 എണ്ണം വന്നത്. 12 എണ്ണത്തിൽ 10 എണ്ണം ചെയ്താൽ ഫുൾ മാർക്ക് 10 മാർക്കും കിട്ടുന്നു. അപ്പോൾ ഇതിനകത്ത് ടെൻസ് ശരിക്കും പഠിച്ചവർക്കായിരിക്കും ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടാൻ സാധ്യത. കാരണം എല്ലാ ഗ്രാമറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഏരിയയാണ് ടെൻസ്. ടെൻസ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ടാഗ് ഈസി ആയിട്ട് ചെയ്യാം, ആക്റ്റീവ് വോയിസ് പാസീവ് വോയിസ് ചെയ്യാം, ഡയറക്റ്റ് ഇൻഡയറക്റ്റ് ചെയ്യാം. പിന്നെ സെൻറ്റൻസ് അനാലിസിസ് ആയിട്ടുള്ള സിമ്പിൾ കോമ്പൗണ്ട് കോംപ്ലക്സ് സെൻറ്റൻസ് വരുമ്പോൾ ഇറ്റ് വിൽ ബി വെരി ഈസി ഫോർ യു. എനിവേ, ഞാനിപ്പം ഓരോ ക്വസ്റ്റ്യനും വായിച്ച്, നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടെങ്കിൽ അത് എടുത്തു വെക്കാം. ആ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഓരോ ക്വസ്റ്റ്യനും വായിച്ചിട്ടായിരിക്കും ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതിനകത്ത് എന്താണ്, എങ്ങനെ, എന്ത് ക്ലൂ ഉണ്ടായിരുന്നു ആൻസർ കണ്ടുപിടിക്കാൻ എന്നുള്ളത് കൂടി പറയാം. സെക്ഷൻ ബി, ഗ്രാമർ ആൻഡ് ക്രിയേറ്റീവ് റൈറ്റിംഗ് സ്കിൽസ്. നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിലെ പേജ് നമ്പർ 9. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അത് ആദ്യം ഇൻസ്ട്രക്ഷൻ വായിക്കണം. കംപ്ലീറ്റ് എനി 10 ഓഫ് ദ ഫോളോയിങ് 12 ക്വസ്റ്റ്യൻസ്. ആസ് ഡയറക്റ്റർ. നമ്പർ 1, fill in the blank by using the correct form of the word in the bracket for the given portion of a letter. Please do not hesitate to contact me if there are any further questions or if you can be of dash ബ്രാക്കറ്റിൽ അസിസ്റ്റ് തന്നു ഇൻ എനി വേ. ഈ അസിസ്റ്റൻറ്റിൻ്റെ കറക്റ്റ് ഫോം എഴുതണമെന്നാണ് ഇൻസ്ട്രക്ഷൻ. അപ്പോൾ ഇവിടെ നമ്മൾ വായിച്ചു വരുമ്പം അസിസ്റ്റ് എന്നുള്ളൊരു വേർഡ് വെർബാണ്. ഇവിടെ അസിസ്റ്റ് വെർബ് വരില്ല, അസിസ്റ്റൻസ് എന്ന നൗൺ ഫോമാണിത് വരുന്നത്. ഓക്കെ, അപ്പോൾ കറക്റ്റ് ആൻസർ അസിസ്റ്റൻസ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, റീഡ് ദ ഗിവൺ സെൻറ്റൻസ് ഫ്രം എ ട്രാവൽ ബ്ലോഗ്. ട്രാവൽ ബ്ലോഗിൽ തന്ന് എടുത്തിരിക്കുന്ന ഒരു സെൻറ്റൻസ് വായിക്കൂ. ഐഡൻറ്റിഫൈ ദ എറർ ആൻഡ് സപ്ലൈ ദ കറക്ഷൻ ഇൻ ദ സെൻറ്റൻസ്. എറർ എവിടെയാണെന്ന് കണ്ടുപിടിച്ചിട്ട് കറക്ഷൻ താഴെ കൊടുത്തിരിക്കുന്ന ബോക്സ് ഉണ്ട്, എറർ കറക്ഷൻ എന്ന് പറഞ്ഞ് അവിടെ ഒരു ബോക്സ് വരച്ചിട്ടുണ്ട്. എററിനകത്ത് നിങ്ങൾ ഏത് വേർഡാണ് എററായിട്ട് കണ്ടത് അത് എഴുതണം. അതിൻ്റെ കറക്ഷൻ എന്താണ്, ഏത് വേർഡാണ് അവിടെ കറക്റ്റായിട്ട് വേണ്ടതെന്നുള്ളത് കൂടി എഴുതണം. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് സ്പെൻഡ് എ നൈറ്റ് അണ്ടർ ദ സ്റ്റാർസ് ഇൻ എ ട്രഡീഷണൽ ക്യാമ്പ് വെർ യു ക്യാൻ എക്സ്പീരിയൻസ് ദ വാംത്ത് ഓഫ് അവർ ഹോസ്പിറ്റബിൾ ആൻഡ് സേവർ ദ ഡെലീഷ്യസ് ലോക്കൽ കുസീൻ. സ്പെൻഡ് എ നൈറ്റ് അണ്ടർ ദ സ്റ്റാർസ് ഇൻ എ ട്രഡീഷണൽ ക്യാമ്പ്. ട്രഡീഷണൽ ക്യാമ്പിൽ നിങ്ങൾ ഒരു നൈറ്റ് ചിലവഴിക്കും, നക്ഷത്രങ്ങളുടെ കീഴിൽ. വേർ യു ക്യാൻ എക്സ്പീരിയൻസ് ദ വാംത്ത് ഓഫ് അവർ ഹോസ്പിറ്റബിൾ. അവിടെ നിങ്ങൾക്ക് ഞങ്ങളുടെ ഹോസ്പിറ്റബിൾ എക്സ്പീരിയൻസ് ചെയ്യാമെന്നാണ് പറയുന്നത്. ഹോസ്പിറ്റബിൾ അല്ല, ഒരിക്കലും ഹോസ്പിറ്റബിൾ എന്ന് പറയത്തില്ല, ഹോസ്പിറ്റാലിറ്റിയാണ്. അതിൻ്റെ മീനിങ് എന്ന് പറയാം അതിഥികളെ സ്വീകരിക്കുന്ന ആതിഥേയത്വം, അതാണ് ഹോസ്പിറ്റാലിറ്റിൻ്റെ മീനിങ്. അപ്പോൾ ഇവിടെ കറക്റ്റ് ഫോം ഹോസ്പിറ്റബിൾ എന്നുള്ള വേർഡ് എറർ ബോക്സിൽ എഴുതണം, ഹോസ്പിറ്റാലിറ്റി എന്നുള്ളത് കറക്ഷൻ ബോക്സിൽ എഴുതണം. ഓക്കെ, നെക്സ്റ്റ് നമ്പർ 3, കൃപ ആൻഡ് മനീഷ് ഹാഡ് എ കോൺവെർസേഷൻ അബൌട്ട് ദ എൻഗേജ്മെൻറ്റ് ഓഫ് കൃപാസ് ബ്രദർ. റിപ്പോർട്ട് മനീഷ് ക്വസ്റ്റ്യൻ. ഇത് ഡയറക്റ്റ് ഇൻഡയറക്റ്റിൻ്റെ ആണെന്നും പറഞ്ഞല്ല അവർ ചോദിച്ചിരിക്കുന്നത്. ഈ ഡയലോഗിനെ നിങ്ങൾ റിപ്പോർട്ട് ചെയ്യണം. ആ റിപ്പോർട്ട് പറയുന്നത് എന്താണ്,
കൃവ ആൻഡ് മനീഷ് ഹാഡ് എ കോൺവെർസേഷൻ അബൌട്ട് ദ എൻഗേജ്മെൻറ്റ് ഓഫ് കൃവാസ് ബ്രദർ. കൃവാസിൻ്റെ ബ്രദറിൻ്റെ എൻഗേജ്മെൻറ്റിനെ പറ്റിയുള്ളൊരു കോൺവെർസേഷനാണ് കൃവയും മനീഷും നമ്മൾ നടത്തിയത്. അപ്പോൾ അത് മനീഷ് ക്വസ്റ്റ്യൻ ആണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്. മനീഷ് എന്താണ് ചോദ്യം ചോദിച്ചത് അതിൻ്റെ ആൻസർ വേണം പറയാൻ, അത് ഇൻഡയറക്റ്റ്ലി പറയണം. അപ്പോൾ മനീഷ് എന്താണ് ചോദിച്ചത്? ഹൗ ഫാർ ഇസ് ദ എൻഗേജ്മെൻറ്റ് വെന്യൂ ഫ്രം യുവർ ഹൗസ്? ആരോടാണ് ചോദിച്ചത്? കൃപയോട്. കൃപയുടെ ബ്രദറിൻ്റെ എൻഗേജ്മെൻറ്റാണ്. അപ്പോൾ കൃപ എന്ത് മറുപടി പറഞ്ഞു, എന്താണ് ഇതിനെപ്പറ്റി കൃപ പറഞ്ഞു എന്നുള്ളത് നമ്മൾ ഇൻഡയറക്റ്റ്ലി എഴുതണം. ഹൗ ഫാർ ഇസ് ദ എൻഗേജ്മെൻറ്റ് വെന്യൂ ഫ്രം യുവർ ഹൗസ്? ഇത് ക്വസ്റ്റ്യനാണ്. ഇൻഡയറക്റ്റിൽ WH ക്വസ്റ്റ്യനിൽ പെടുന്നതാണ് ഇത്. yes or no ക്വസ്റ്റ്യനുണ്ട്, WH ക്വസ്റ്റ്യനുണ്ട്. ഹൗ ഫാർ ഈസ് ദ എൻഗേജ്മെൻറ്റ് വെന്യൂ ഫ്രം യുവർ ഹൗസ് എന്നുള്ള ക്വസ്റ്റ്യനെ നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ മനീഷ് ആസ്ക്ഡ് എന്ന് തുടങ്ങണം. മനീഷ് ആരോട് ചോദിച്ചത്? മനീഷ് ആസ്ക്ഡ് എന്താണ് ചോദിച്ചത്? ഹൗ ഫാർ ദ എൻഗേജ്മെൻറ്റ് വെന്യൂ വാസ് ഫ്രം ഹർ ഹൗസ്. ഹൗ ഫാർ, ഇവിടെ ഈസാണ് വന്നിരിക്കുന്നത്. നമ്മൾ ഇൻഡയറക്റ്റിലേക്ക് ആകുമ്പോൾ അത് പാസ്റ്റ് ആണ്, വാസ്. അപ്പോൾ പക്ഷേ അത് ഹൗ ഫാറിന് ശേഷം നമ്മൾ നേരെ സബ്ജക്റ്റ് ഇവിടെ കൊണ്ടുവരണം. ഹൗ ഫാർ വാസ് ദ എൻഗേജ്മെൻറ്റ് വെന്യൂ ഫ്രം യുവർ ഹൗസ്. ഇവിടെ യുവർ ഹൗസ് എന്നുള്ളത് വേണമെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ഈ നേരിട്ടുള്ളതായതുകൊണ്ട് ഈ കൺഫ്യൂഷൻ വരാതിരിക്കാൻ, കാരണം രണ്ടുപേരും കൃപ ആൻഡ് മനീഷ്, ഈ കൃപ എന്നുള്ള പേര് അത് മെയിലോ ഫീമെയിലോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ട്. അത് ക്ലിയറായിട്ട് അറിയാമെന്നുണ്ടെങ്കിൽ അത് രണ്ടും മെയിലാകുമ്പോഴാണ് നമുക്ക് കൺഫ്യൂഷൻ വരും. ഇവിടെ ഹെർ, ഹിം, ഹിസ് എഴുതി കഴിഞ്ഞാൽ ആരുടെ എന്നുള്ളൊരു കൺഫ്യൂഷൻ വരും. അപ്പോൾ ലെറ്റ്സ് ടേക്ക് ഇറ്റ് ആസ് ബോത്ത് മെയിൽസ്. അപ്പം ഹിസ് ഹൗസ് എന്ന് ഉപയോഗിക്കാം, ഹിസ് ഹൗസ്. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ബ്രാക്കറ്റിൽ കൃവാസ് ഹൗസ് എന്ന് വേണമെങ്കിൽ ചോദിക്കാം. അപ്പം മനീഷ് ഈ ചോദ്യമാണ് ചോദിച്ചത്. ഹൗ ഫാർ ദ എൻഗേജ്മെൻറ്റ് വെന്യൂ വാസ് ഫ്രം ഹിസ് ഹൗസ്. പിന്നെ ക്വസ്റ്റ്യൻ ടാഗ് ഇടരുത്, അത് കാരണം ഡയറക്റ്റാണ്. നെക്സ്റ്റ്, സീരിയൽ നമ്പർ 4. റീഡ് ദ ഡയലോഗ് ബിറ്റ്വീൻ അങ്കിട്ട ആൻഡ് ഹെർ മെൻറ്റർ ഷെർവാരി അബൌട്ട് ദ കൾച്ചറൽ എക്സ്ചേഞ്ച് പ്രോഗ്രാം. കൾച്ചറൽ എക്സ്ചേഞ്ച് പ്രോഗ്രാമിനെ പറ്റി അങ്കിട്ടയും ആൻഡ് ഹെർ മെൻറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓരോ കാര്യത്തിനും പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ ട്രെയിനിങ് കൊടുക്കുന്ന ഒരു ഗ്രൂമിങ് ചെയ്യുന്ന ആളാണ് മെൻറ്റർ എന്ന് പറയുന്നത്. മെൻറ്റർ ഷെർവാരിയും തമ്മിലൊരു ഡയലോഗാണ് നടന്നിരിക്കുന്നത്. ആ ഡയലോഗ് താഴെ കൊടുത്തിട്ടുണ്ട്. അങ്കിട്ടയുടെ ഒരു ചോദ്യമാണ്, അതിന് ഉത്തരം ഷെർവാരി പറയുന്നു. അങ്കിട്ട ചോദിച്ച ചോദ്യം, ആർ വി ഗോയിങ് ടു ഗെറ്റ് സം ടൈം ഓഫ് ഫോർ സൈറ്റ് സീയിങ്? സൈറ്റ് സീയിങ്ങിന് നമുക്ക് കുറച്ച് സമയം കിട്ടാൻ പോവുകയാണോ, അല്ലെങ്കിൽ അതിനുള്ള സാധ്യത ഉണ്ടോ എന്നുള്ളതാണ് ചോദിച്ചത്. അപ്പോൾ ഷെർവാരി അതിന് ഉത്തരം പറഞ്ഞത്, ഓ യെസ്, ഓൾ ദ സ്റ്റുഡൻസ് വിൽ ഗെറ്റ് 2 days ഫോർ സൈറ്റ് സീയിങ്. ഇതാണ് എൻ്റെ ഉത്തരം പറഞ്ഞിരിക്കുന്നത്. അതിനെന്താ, എല്ലാ സ്റ്റുഡൻസിനും 2 ദിവസം സൈറ്റ് സീയിങ്ങിനുള്ള അവസരം കിട്ടും. ഇനി താഴെ പറഞ്ഞിരിക്കുന്നത്, സെലക്ട് ദ കറക്റ്റ് ഓപ്ഷൻ ടു കംപ്ലീറ്റ് റിപ്പോർട്ടിംഗ് ഓഫ് ദി അബോ ഡയലോഗ്. ഈ രണ്ടുപേരും നമ്മളുടെ ഡയലോഗിൻ്റെ അവർ ഇൻഡയറക്റ്റ് എഴുതിയിട്ടുണ്ട്, പക്ഷേ അതിന് ഒരു ഭാഗത്താണ് നിങ്ങൾ ആൻസർ ചെയ്യേണ്ടത്. അതെന്താണ്? അങ്കിട്ട ആസ്ക്ഡ് ഷെർവാരി ഇഫ് ദേ വർ ഗോയിങ് ടു ഗെറ്റ് സം ടൈം ഓഫ് ഫോർ സൈറ്റ് സീയിങ്, ടു വിച്ച് ഷെർവാരി റിപ്ലൈഡ് ഇൻ ദ അഫർമേറ്റീവ്. എന്നിട്ട് ഇവിടെ ചേർക്കേണ്ടത് 4 ഓപ്ഷനുണ്ട്. ദാറ്റ് ഓൾ ദ സ്റ്റുഡൻസ് ഷുഡ് ഗെറ്റ്, ദാറ്റ് ഓൾ ദ സ്റ്റുഡൻസ് വുഡ് ഗെറ്റ്, ദാറ്റ് ഓൾ ദ സ്റ്റുഡൻസ് ഓട്ട് ടു ഗെറ്റ്, ദാറ്റ് ഓൾ സ്റ്റുഡൻസ് മസ്റ്റ് ബി ഗെറ്റിംഗ്. ഇവിടെ ഡയലോഗിലേക്ക് പോയാലോ, ഗോ ബാക്ക് ടു ദ ഡയലോഗ്. ഇൻഡയറക്റ്റിൽ നമുക്കറിയാം ബിൽ എവിടെ വരുന്നുണ്ടോ അത് വുഡാവും, ക്യാൻ എവിടെ വരുന്നുണ്ടോ കുഡാവും, ഷാൽ എവിടെ വരുന്നുണ്ടോ ഷുഡാവും, മേ എവിടെ വരുന്നുണ്ടോ മൈറ്റ് ഉണ്ടാവും. ഇവിടെ വളരെ ക്ലിയർ ആയിട്ട് ഷെർവാരിയുടെ ആൻസർ പറയുന്നുണ്ട്, ഓൾ ദ സ്റ്റുഡൻസ് വിൽ ഗെറ്റ്. അപ്പോൾ ഇവിടെ വരേണ്ടത്, കറക്റ്റ് ഓപ്ഷൻ വരേണ്ടത് ദാറ്റ് ഓൾ ദ സ്റ്റുഡൻസ് വുഡ് ഗെറ്റ്. അപ്പോൾ വുഡ് ഗെറ്റ് ബി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. മൂവിങ് ഫർദർ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 5. നമ്പർ 5 fill in the blank by choosing the correct option to complete a description of notice writing. നോട്ടീസ് റൈറ്റിങ്ങിൽ ഒരു കറക്ഷൻ ഉണ്ട്.
ആ ഒരു കറക്ഷനിൽ 3 ഓപ്ഷനാണ് തന്നിരിക്കുന്നത്. എ നോട്ടീസ് ഈസ് എ ടൈപ്പ് ഓഫ് സോഷ്യൽ ഡാഷ്. ആ ബ്ലാങ്കിൽ കോൺവെർസേഷൻ, കൺവെയൻസ്, കമ്മ്യൂണിക്കേഷൻ ഇതിലേതെങ്കിലും സൂട്ടബിളായിട്ടുള്ള ഏതാണോ അത് യൂസ് ചെയ്യണമെന്നാണ്. യൂസ്ഡ് ടു നോട്ടിഫൈ ഓർ പ്രസൻറ്റ് ഇൻഫർമേഷൻ ടു എ സ്പെസിഫിക് സെറ്റ് ഓഫ് പീപ്പിൾ. നോട്ടീസ് എന്ന് പറയുന്നത് എന്ത് ടൈപ്പിലുള്ളൊരു ഡോക്യുമെൻ്റാണ്, ഒരു കമ്മ്യൂണിക്കേഷനാണ്. അപ്പോൾ അതൊരു വളരെ ക്ലിയറായിട്ട് സോഷ്യൽ കമ്മ്യൂണിക്കേഷനാണ്. അപ്പം ഇവിടെ കോൺവെർസേഷൻ എന്നുള്ളിടത്ത് തുടങ്ങിയിരിക്കുന്ന കോൺവെർസേഷൻ അല്ല, കൺവെയൻസ് അല്ല, കമ്മ്യൂണിക്കേഷൻ ഈസ് ദ റൈറ്റ് വേർഡ്. നെക്സ്റ്റ്, നമ്പർ 6. ഐഡൻറ്റിഫൈ ദി എറർ ആൻഡ് സപ്ലൈ കറക്ഷൻ ഫോർ ദ ഗിവൺ സെൻറ്റൻസ് ഫ്രം ആൻ അഡ്വർടൈസ്മെൻറ്റ്. അഡ്വർടൈസ്മെൻറ്റിൽ തന്നിരിക്കുന്ന ഒരു തെറ്റായിട്ടൊരു കാര്യമുണ്ട്, അത് കറക്റ്റ് ചെയ്യണമെന്നാണ്. ഇവിടെ എറർ ആൻഡ് കറക്ഷൻ ബോക്സ് ഉണ്ട്. എറർ ബോക്സിൽ നിങ്ങൾ എന്താണോ എറർ കാണുന്നത് ആ വേർഡ് എഴുതണം. എന്നിട്ട് കറക്ഷൻ ബോക്സിൽ എന്താണോ കറക്റ്റ് വേർഡ് വേണ്ടതെന്ന് നിങ്ങൾക്ക് തോന്നിക്കുന്നത് അത് എഴുതണം. ദ ബോർഡ് ഇൻവൈറ്റ് ഓൺലൈൻ അപ്ലിക്കേഷൻസ് ഫ്രം എലിജിബിൾ കാൻഡിഡേറ്റ്സ് ഫോർ ദ പോസ്റ്റ് ഓഫ് എ സീനിയർ ഇംഗ്ലീഷ് ടീച്ചർ. ദ ബോർഡ് സിംഗുലറാണ്, അതുകൊണ്ട് ഇത് സിമ്പിൾ പ്രസൻറ്റ് ഫോമിലാണ്. അപ്പോൾ ദ ബോർഡ് ഇൻവൈറ്റ്സ് എന്ന് വേണം. അപ്പോൾ നിങ്ങൾ ആൻസർ എഴുതിയപ്പം ഈ ബോക്സിൽ ഇൻവൈറ്റ് എന്നും കറക്ഷനിൽ ഇൻവൈറ്റ്സ് എന്നും, അതായത് INVITES, ഇൻവൈറ്റ്സ്, അതാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ഇനി നെക്സ്റ്റ് അടുത്തത്, ഐഡൻറ്റിഫൈ ആൻഡ് കറക്റ്റ് ദ എറർ ഇൻ ദ ഗിവൺ ലൈൻ ടേക്കൺ ഫ്രം എ യൂസർ മാനുവൽ ഓഫ് ആൻ അയണിംഗ് ബോർഡ്. അയണിംഗ് ബോർഡ് നമ്മൾ ഇസ്ത്രിയില്ലേ, അതിനാണ് അയൺ എന്ന് പറയുന്നത്, ഇലക്ട്രിക് അയൺ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ബോർഡ്, അയണിംഗ് ബോർഡ്, അതായത് ഒരു ചെറിയ വീതി 1.5 അടി വീതിയിലുള്ള നീളത്തിലുള്ളത് അയണിംഗ് ബോർഡ്. അയണിംഗ് ബോർഡ് എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളൊരു മാനുവൽ. ആ മാനുവലിൽ ഏതോ ഒരു മിസ്റ്റേക്ക് കൊണ്ട് അത് കണ്ടുപിടിക്കണം എന്നുള്ളത്. പ്ലേസ് ദ ഗാർമെൻറ്റ് ഓൺ ദ അയണിംഗ് ബോർഡ്, സ്മൂത്തനിങ് ഔട്ട് ആസ് മെനി റിങ്കിൾ ആസ് പോസിബിൾ. ഇവിടെ ആസ് മെനി, ആസ് എന്നുള്ള പ്രയോഗം നടത്തിയിട്ടുണ്ട്. ആസ് മെനി റിങ്കിൾ ആസ്, ആസ് മെനി കഴിഞ്ഞ് കഴിഞ്ഞാൽ എപ്പോഴും പ്ലൂറൽ യൂസ് ചെയ്യണം. അപ്പോൾ ഇവിടെ എന്ത് വരും? റിങ്കിൾ എന്നുള്ള വേർഡാണ് എറർ വന്നിരിക്കുന്നത്. കറക്റ്റായിട്ടുള്ളത് റിങ്കിൾസാണ്. അപ്പം C ഓപ്ഷനാണ് നിങ്ങൾ അവിടെ ഏർപ്പെടുത്തേണ്ടത്. അടുത്തത് നമ്പർ 8. കംപ്ലീറ്റ് ദ ഗിവൺ സെൻറ്റൻസ് ബൈ ഫില്ലിംഗ് ഇൻ ദ ബ്ലാങ്ക് വിത്ത് ദ കറക്റ്റ് ഓപ്ഷൻ. ഇവിടെ മൾട്ടിപ്പിൾ ചോയ്സ് തന്നിട്ടുണ്ട്. അതിൽ നിന്ന് കറക്റ്റായിട്ടുള്ള എടുത്തിട്ട് നിങ്ങളിത് ആൻസർ ചെയ്യണം. ആഫ്റ്റർ ഷീ ഡാഷ് ഹർ ഹോംവർക്ക്, അനീഷ ഫൈനലി റിലാക്സ്ഡ് ആൻഡ് വാച്ച്ഡ് എ മൂവി വിത്ത് ഹർ ഫ്രണ്ട്സ്. ആഫ്റ്റർ ഷീ ഡാഷ് ഹർ ഹോംവർക്ക്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഉദ്ദേശിക്കാൻ പറ്റും എന്താണ് ഇവിടെ വരേണ്ടതെന്നുള്ള ഒരു വെർബാണ് ഇവിടെ വരേണ്ടത്. പിന്നെ രണ്ടാമത്തെ ഭാഗം കൂടി വായിക്കണം. അനീഷ ഫൈനലി റിലാക്സ്ഡ് ആൻഡ് വാച്ച്ഡ് എ മൂവി വിത്ത് ഹർ ഫ്രണ്ട്സ്. അനീഷ ഫൈനലി റിലാക്സ് ചെയ്തു. ആ റിലാക്സ് ചെയ്ത് എങ്ങനെയായിരുന്നു? ഒരു മൂവി, അവരുടെ ഫ്രണ്ട്സിനോടൊപ്പം മൂവി കണ്ടാണ് അവർ റിലാക്സ് ചെയ്തത്. അപ്പോൾ ആഫ്റ്റർ ഷീ ഡാഷ് ഹർ ഹോംവർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് മുമ്പ് മറ്റെന്തോ അവൾ ചെയ്തു. ഇറ്റ് മീൻസ് ദർ ആർ 2 പാസ്റ്റ് ആക്ഷൻസ്. ഏർലിയർ ആക്ഷൻ മസ്റ്റ് ബി പാസ്റ്റ് പെർഫെക്റ്റ്. അപ്പോൾ ഇവിടെ പാസ്റ്റ് പെർഫെക്റ്റ് ഉണ്ടോ എന്ന് നോക്കണം. ഈ ഓപ്ഷൻ തന്നിരിക്കുന്നതിനകത്ത് പാസ്റ്റ് പെർഫെക്ഷൻ എങ്ങനെയാണ് ഐഡൻറ്റിഫൈ ചെയ്യുക? പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാഡ് പ്ലസ് V3. ഇവിടെ A ഫിനിഷ്ഡ്, B had finished, C have finished, D will finish. So option B had finished is the right answer. Next, 11. Report the dialogue between 2 friends by completing the sentence. ഇതും വീണ്ടും ഡയറക്റ്റ് എന്നാണ് ചോദ്യം വന്നിരിക്കുന്നത്. അങ്കിട്ടയുടെ ചോദ്യം ടനു അതിന് ഉത്തരം പറഞ്ഞിരിക്കുന്നു. അങ്കിട്ട ചോദിച്ച ചോദ്യമാണ്, വിൽ യു ഹെൽപ്പ് മീ പ്ലാൻ മൈ ഐറ്റിനറി. ഐറ്റിനറി എന്ന് പറഞ്ഞാൽ യാത്രാ വിവരണക്കുറിപ്പ്. അതൊന്ന് പ്ലാൻ ചെയ്യാൻ എന്നെ സഹായിക്കാമോ? ടനു പറഞ്ഞു, യെസ് ഇൻഡീഡ്. വേർ ആർ യു ഗോയിങ്? എവിടെയാണ് നീ പോകുന്നത്? ഈ ഡയലോഗിനെ ഇൻഡയറക്റ്റ് ആക്കണം. അങ്കിട്ട ആസ്ഡ് ടനു ഇഫ്, കാരണം ഇത് എസ് ഓർ നോ ക്വസ്റ്റ്യനാണ്, ഓക്സിലറി വെർബിൽ തുടങ്ങുന്നത്. ഓക്സിലറി വെർബിലോ അതിൽ മൊഡാൽ ആക്സിലോ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ഇഫ് ചേർക്കണം, ഡയറക്റ്റിൽ. എന്നിട്ട്
വിൽ വുഡായിത്തീരും, പിന്നെ നേരത്തെ പറഞ്ഞല്ലോ ക്യാൻ കുഡായിത്തീരും, മേ മൈറ്റായിത്തീരും. ഇവിടെ വന്നിരിക്കുന്നത് ഇഫ് ആണ്, ഇഫിലാണ് തുടങ്ങിയിരിക്കുന്നത്. അത് സ്വർണ്ണ ക്വസ്റ്റൻ ആയതുകൊണ്ടാണല്ലോ ഇങ്ങനെ തുടങ്ങിയിരുന്നത്. അപ്പം ഇവിടെ നമ്മൾ കറക്റ്റായിട്ട് ഇന്ന് റിപ്പോർട്ട് ചെയ്യുമ്പം ഇതിന് കറക്റ്റായിട്ട് ആൻസർ വരുന്നത് അങ്കിത ആസ്ക്ഡ് തനു ഇഫ് ഷീ വുഡ് ഹെൽപ്പ് ഹർ. ഇഫ് ഷീ വുഡ് ഹെൽപ്പ് ഹർ ഇതാണ് വിൽ യു ഹെൽപ്പ് മീ പ്ലാൻ മൈ ഇറ്റിനറി. ഇഫ് ഷീ വുഡ് ഹെൽപ്പ് ഹർ പ്ലാൻ ഹർ ഐറ്റിനറി, അതാണ് ചോദിച്ചത്. ടെനു enthusiastically replied in the affirmative and asked where she was going. അപ്പം ഇവിടെ നിങ്ങൾ എഴുതിയിരുന്നത് ഇത്രയായിരുന്നു, ഇഫ് ഷീ വുഡ് ഹെൽപ്പ് ഹർ പ്ലാൻ ഹർ ഐറ്റിനറി. ഇത് എഴുതിയിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ആൻസറാണ്. ഓക്കെ, നെക്സ്റ്റ് പേജ്. പേജ് നമ്പർ 11. Question number 10. Fill in the blank by choosing the correct option to complete the pop-up message appearing on a website. വെബ്സൈറ്റിൽ ഒരു പോപ്പപ്പ് മെസ്സേജ് വരുന്നുണ്ട്. അപ്പോൾ ആ മെസ്സേജിൽ ഒരു കറക്ഷൻ ഉണ്ട്. ആ കറക്ഷൻ മെസ്സേജിൻ്റെ ഒരു വേർഡ് അവർ മിസ് ചെയ്തിരിക്കുന്നു. അതാണ് നിങ്ങൾ fill in the blank ചെയ്യേണ്ടത്. വെൽക്കം ടു യുവർ വെബ്സൈറ്റ്. യു ഡാഷ് എൻജോയ് 10% ഓഫ് ഓൺ യുവർ ഫസ്റ്റ് പർച്ചേസ് വിത്ത് കോഡ് വെൽക്കം. ക്ലിക്ക് ഹിയർ ടു സ്റ്റാർട്ട് ഷോപ്പിംഗ്. യു ഡാഷ് എൻജോയ്, ഇവിടെ മേ എൻജോയ് വരില്ല, ഷുഡ് എൻജോയ് വരില്ല, മൈറ്റ് എൻജോയ് വരത്തില്ല. സോ ബി ഈസ് ദ റൈറ്റ് ഓപ്ഷൻ. ബി മീൻസ് യു വിൽ എൻജോയ് 10% ഓഫ് ഓൺ യുവർ ഫസ്റ്റ് പർച്ചേസ് വിത്ത് കോഡ് വെൽക്കം ആൻഡ് ക്ലിക്ക് ഹിയർ ടു സ്റ്റാർട്ട് ഷോപ്പിംഗ്. സോ ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. Question number 11. Complete the given sentence about the reaction of some students by selecting the correct option. കുറച്ച് സ്റ്റുഡൻസിൻ്റെ റിയാക്ഷൻസ് ആണ് ഇതിനകത്ത് നിങ്ങൾ എക്സ്പ്രസ് ചെയ്യേണ്ടത്. അപ്പോൾ അതാണ് അവർ പറഞ്ഞിരിക്കുന്നത്. സിൻസ് മോർണിംഗ് ദ ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസ് ഡാഷ് എക്സൈറ്റഡ് അബൌട്ട് ദ ഫോർത്ത് കമ്മിങ് കൾച്ചറൽ ഫെസ്റ്റ്. ഇത് ടെൻസ് ബേസ്ഡാണ്. സിൻസ് മോർണിംഗ്, ചിലർക്ക് ഈ ഐഡിയ ഉണ്ടായിരിക്കും, സിൻസ് കണ്ടു കഴിഞ്ഞത് ഒരു പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിൻ്റെ സൂചനയാണ്. ഇറ്റ്സ് ആൻ ഇൻഡിക്കേഷൻ. ഇത് സ്റ്റേറ്റ് ഓഫ് ദ സബ്ജക്റ്റ്, സബ്ജക്റ്റിൻ്റെ അവസ്ഥയെ കാണിക്കുന്നത്. ഇവിടുത്തെ സബ്ജക്റ്റ് ഒരു ചിലർക്ക് സംശയം വരും, സ്റ്റുഡൻസ് ആയിരിക്കുമോ എന്നുള്ള. അല്ല, ദ ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രൂപ്പ് സിംഗിളറാണ്, ഒറ്റ ഗ്രൂപ്പാണ് അവിടെ. സോ ദ റൈറ്റ് ആൻസർ ഈസ് സി. സിൻസ് മോർണിംഗ് ദ ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസ് ഹാസ് ബീൻ എക്സൈറ്റഡ് അബൌട്ട് ദ ഫോർത്ത് കമ്മിങ് കൾച്ചറൽ ഫെസ്റ്റ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ടെൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ടെൻസ് ശരിക്കും പഠിച്ചിട്ടുള്ളവർക്ക് ഗ്രാമർ എന്നല്ല, ഇംഗ്ലീഷ് ലാംഗ്വേജ് തന്നെ വശമാകാൻ വളരെ എളുപ്പമാണ്. ഞാൻ എൻ്റെ വീഡിയോ ചെയ്ത് ഈ ചാനലിൽ എല്ലാ ടെൻസും എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസ് ഞാൻ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ സ്റ്റുഡൻസിൻ്റെ ഒരു ഡിമാൻഡ് കൊണ്ടാണ് ഞാൻ ഇത്രയും ഇത് ചെയ്യുന്നത്. Next question and the final question. Identify the error and supply the correction for the following note on a food packet. ഒരു ഫുഡ് ഐറ്റത്തിൻ്റെ പാക്കറ്റിൽ കണ്ട ഒരു മെസ്സേജാണിത്. ദിസ് പ്രൊഡക്റ്റ് ഈസ് മാനുഫാക്ചറിങ് ഫോർ ഇൻഫാൻസ് ആൻഡ് കണ്ടെയ്ൻസ് നോ അഡിറ്റീവ്സ്. ദിസ് പ്രൊഡക്റ്റ് ഈസ് മാനുഫാക്ചറിങ് ഫോർ സ്റ്റുഡൻസ്. അങ്ങനെ വരുമ്പം അവിടെ ആ ഈസ് മാനുഫാക്ചറിങ് എന്നുള്ളതല്ല, ഇൻഫാൻസിന് വേണ്ടി മാനുഫാക്ചർ ചെയ്യപ്പെട്ടത് പാസീവ് വോയിസ് ആണ്. ദിസ് പ്രൊഡക്റ്റ് ഈസ് മാനുഫാക്ചർഡ് ഫോർ ഇൻഫാൻസ് ആൻഡ് കണ്ടെയ്ൻസ് നോ അഡിറ്റീവ്സ്. അപ്പോൾ ഇവിടെ ബോക്സിൽ നിങ്ങൾ എഴുതേണ്ടത് എറർ കോളത്തിൽ വരുന്നത് മാനുഫാക്ചറിങ് ആൻഡ് കറക്ഷൻ ബോക്സിൽ വരുന്നത് മാനുഫാക്ചേർഡ്. ദാറ്റ്സ് അത്. ഇതാണ് നിങ്ങളുടെ 12 ക്വസ്റ്റ്യൻസ്. ഇതിൽ 10 കറക്റ്റായിട്ട് ചെയ്താൽ മതി എന്നാണ് വ്യവസ്ഥ. 12 ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ അറിയാവുന്നവർക്ക് ആവശ്യത്തിൻ്റെ പേര് 12 ചെയ്യും. അങ്ങനെ എത്ര ലിമിറ്റ് പറയുന്ന പരീക്ഷയ്ക്ക് എപ്പോഴും ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്യുക. 10 ചെയ്യാൻ പറഞ്ഞാൽ അറിയാവുന്ന 10 ചെയ്യും. നിങ്ങൾക്ക് ഇത് വളരെ ഇൻഫോർമേറ്റീവായിട്ട് തോന്നണം എന്നെനിക്ക് വിശ്വാസമുണ്ട്. അപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി
ഞാൻ PSCയുടെയും കേട്ടറ്റിൻ്റെയും HSCയുടെയും പിന്നെ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ, അതുകൂടാതെ ഹൈസ്കൂൾ +2 സ്റ്റുഡൻസിന് വേണ്ടിയുള്ള ഗ്രാമർ പോർഷനും ക്ലാസ് എടുക്കുന്നുണ്ട് പ്രത്യേകമായിട്ട്. പിന്നെ OET, IELTS ആൻഡ് സ്പോക്കൺ ഇംഗ്ലീഷ് പ്രത്യേകം ബാച്ചായിട്ട്. താങ്ക് യു ഫോർ ചൂസിങ് മൈ വീഡിയോ. ബൈ.